നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനം വർണ്ണാഭമാക്കി കോട്ടയം. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാരിന് പിന്തുണ നൽകണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പ്രതി അഖിലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അഖിലിനെ സംരക്ഷിക്കുന്നത് ഇടതു സർക്കാരെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ മണർകാട് പള്ളി കൂദാശ ചെയ്തു. സ്വർഗസമാനമായ ദിവ്യാനുഭവമെന്ന് ഐസക് കുമാർ ഒസ്താത്തിയോ. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമാക്കി കോട്ടയം. ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ചിന്തയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് കോട്ടയത്ത് പതാക ഉയർത്തി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമാക്കി കോട്ടയം. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കോട്ടയത്ത് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പരേഡ് പരിശോധിച്ച ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ഏറെ പ്രകീർത്തിക്കപ്പെട്ട നമ്മുടെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ചിന്തയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യ 7.5 ദശാബ്ദത്തിലധികമായി ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നുവെന്നത് അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാശമുണ്ടാക്കിയതാണ് വയനാട് ദുരന്തം. പ്രളയകാലങ്ങളിലും കോവിഡ് കാലങ്ങളിലും ചെയ്തതുപോലെ നാടിനൊപ്പം നിലയുറപ്പിക്കേണ്ട അവസരമാണിതെന്നും ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നടത്തുന്ന നടപടികൾക്ക് പിന്തുണ നൽകണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാശമുണ്ടാക്കിയ ഉരുൾപൊട്ടലിന്റെ മുന്നിലാണ് നമ്മൾ. ഹൃദയം പൊട്ടി വിലപിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയെ നമുക്ക് ചേർത്തു പിടിച്ചേ തീരൂ. നന്മകളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും സാധാരണക്കാരനും കൂടി പ്രാപ്തമായ നീതിപൂർവമായ വികസന പ്രക്രിയ ഉറപ്പുവരുത്തുവാനും രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ അവകാശങ്ങളുടെ ചൈതന്യം വീണ്ടെടുക്കുവാനും കൂടുതൽ ശാക്തീകരിക്കുവാനുമുള്ള പ്രതിജ്ഞ കൂടിയാകട്ടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ എന്ന് ആശംസിക്കുന്നു. ഒപ്പം വയനാട്ടിൽ ലോകോത്തര പുനരധിവാസം ഉറപ്പാക്കാൻ സാധ്യമായതെന്തും നൽകുമെന്ന കാരുണ്യ സന്ദേശം പങ്കുവയ്ക്കുന്ന അവസരം കൂടിയായാലേ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ അർത്ഥപൂർണമാകൂ. ലഹരി വിരുദ്ധ നാടുണർത്തൽ തുടർ ദൗത്യമായി നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായുള്ള ലഹരി വിമുക്ത പ്രതിജ്ഞ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, സബ് കളക്ടർ D രഞ്ജിത്ത്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദ്, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡ് വർണ്ണാഭമായി. 20 പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ദിനാഘോഷങ്ങളുടെ ഭാഗമായ പരേഡ് വർണ്ണാഭമായി. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, NCC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട്സ്, ഗൈഡ്സ്, ബാൻഡ് സെറ്റ് എന്നിവയടങ്ങുന്ന 20 പ്ലാറ്റൂണുകൾ പരേഡിന്റെ ഭാഗമായി. പാലാ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണിയായിരുന്നു പരേഡ് കമാൻഡർ. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂണുകൾക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മികച്ച പ്ലാറ്റൂൺ കമാൻഡറായി പോലീസ് കോട്ടയം DHQ റിസർവ് സബ് ഇൻസ്പെക്ടർ SM സുനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മൗണ്ട് കാർമൽ GHSS, ബേക്കർ മെമ്മോറിയൽ HSS എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം കോട്ടയം ജില്ലയിലെങ്ങും വിപുലമായി ആഘോഷിച്ചു. സ്കൂളുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു.
രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യദിനം കോട്ടയം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു. വിവിധ സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സമദർശനത്തിന്റെയും അതോടൊപ്പം തന്നെ വലിയ ജാതി മത വർഗ ഇതൊക്കെ അപ്പുറത്തുകൊണ്ട് നമ്മുടെ മാനവികമായ കാഴ്ചപ്പാട് ഉയർത്തുന്ന ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തിലേക്ക് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം വിഭാവനം ചെയ്തതെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒട്ടേറെ രാജ്യം, ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറിപ്പോയപ്പോൾ മറ്റ് പല സംവിധാനങ്ങളിലേക്ക് മാറിയപ്പോഴും ഈ ദീർഘമായ കാലഘട്ടത്തിൽ പോലും വൈവിധ്യത്തിൻ്റെയും വൈജാത്യത്തിൻ്റെയും വ്യത്യസ്തതയുടെയും സ്വഭാവത്തിൻ്റെയുമായ ഒരു രാജ്യം ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി പോയി നിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഓരോ ഭാരതീയ സംഘത്തോളം അഭിമാനിക്കാൻ കഴിയുന്നു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ചിറക്കടവ് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, കാഞ്ഞിരപ്പള്ളി DYSP തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ദേശീയ പതാക ഉയർത്തി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ പിറവിയെടുത്തത് മുതൽ നൂറ്റാണ്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ മണ്ണിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിലൂടെയാണ് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിലെ നമ്മുടെ പ്രിയങ്കരനായ ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തിയെന്ന് നമുക്കറിയാം, ദേശീയ പതാക ഉയർത്തിയത്. അന്ന് മുതൽ ഈ രാജ്യത്ത് എല്ലാ വികസന പ്രക്രിയയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരങ്ങളുണ്ട്. ഗാന്ധി ദർശൻ വേദി ജില്ലാ സെക്രട്ടറി PJ സെബാസ്റ്റ്യൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മണ്ഡലം വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് സാബു B നായർ, CM സേതു തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻകുന്നം ജനകീയ വായനശാലയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PN സോജൻ ഉദ്ഘാടനം ചെയ്തു. TS ബാബുരാജ് പതാക ഉയർത്തി. യുവജനവേദി പ്രസിഡന്റ് അഖില MN സന്ദേശം നൽകി. പൊൻകുന്നം CMSLP സ്കൂളിൽ കുട്ടികൾ വിവിധ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രൂപത്തിലാണ് എത്തിയത്. തുടർന്ന് മധുരം പങ്കുവച്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷം പങ്കുവച്ചു. ഫാദർ സജി ജോസഫ് പതാക ഉയർത്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ വർണ്ണവിപുലമായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചിറക്കടവ് സെന്റ് ഇഫ്രേംസ് ഹൈസ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷവും വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഫാദർ മാത്യു വയലുങ്കൽ പതാക ഉയർത്തി. പ്രധാന അധ്യാപക ജിജി മാത്യൂസ്, NCC ഗ്രൂപ്പ് കമാൻഡർ ജെയിംസ് ജോസഫ് എന്നിവർ ആശംസ അർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ കോംപ്ലക്സിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോളി ജെയിംസ് പതാക ഉയർത്തി. മജിസ്ട്രേറ്റ് നസീബെ അബ്ദുൾ റസാഖ്, മുൻസിഫ് സ്മിത സൂസൻ, ജുഡീഷ്യൽ ട്രെയിനി നോവ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സെയ്ദ് അലി ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാഴൂർ 15 മൈൽ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ PTA പ്രസിഡന്റ് സുനിൽ മണലുങ്കൽ ദേശീയ പതാക ഉയർത്തി. സ്കൂൾ മാനേജർ രാജൻ കുമ്പുകൽ ബാലജനസഖ്യത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഓമന അരവിന്ദാക്ഷൻ, സ്കൂൾ പ്രിൻസിപ്പൽ ജിനി സുരേഷ്, ജേക്കബ് വർഗീസ്, ദിലീപ് വേങ്ങയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പൊൻകുന്നം ഇടത്തംപറമ്പ് അംഗനവാടിയിലും സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ പതാക ഉയർത്തി. അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, അംഗനവാടി ജീവനക്കാർ, കുഞ്ഞുങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശസ്നേഹവുമായി കുട്ടികൾ നടത്തിയ ട്രെയിൻ യാത്ര വേറിട്ട അനുഭവം സമ്മാനിച്ചു. പള്ളിക്കത്തോട് കുട്ടമാക്കൽ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളാണ് കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്തത്. സ്വാതന്ത്ര്യദിനത്തിൽ ദേശസ്നേഹ സന്ദേശവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ ട്രെയിൻ യാത്ര വേറിട്ട അനുഭവമായി. പള്ളിക്കത്തോട് കൊമ്പാറ കുട്ടമാക്കൽ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സ്വാതന്ത്ര്യദിന സന്ദേശവുമായി ട്രെയിൻ യാത്ര നടത്തിയത്. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്കായിരുന്നു യാത്ര. 50 കുട്ടികളും 10 രക്ഷിതാക്കളും 10 അധ്യാപകരുമാണ് യാത്ര നടത്തിയത്. എന്തിനാണ് ഈ ട്രെയിൻ യാത്ര നടന്നത്? സന്ദേശയാത്ര ആണല്ലേ. അധ്യാപകരെല്ലാവരും ഉണ്ടോ അതോ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടോ? നിങ്ങൾ എത്ര കുട്ടികളുണ്ട് പോകുന്നത്? 50 പേരുണ്ടല്ലേ.
വിഭാഗീയത എല്ലാ തലത്തിലും പിടിമുറുക്കുന്ന കാലത്ത് നാം ഒന്ന് എന്ന സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്രയെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗപ്പെടുത്താതെ കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മുടെ ഈ നാട്ടുകാർക്കും ഇന്നിപ്പം നമുക്ക് വളരെയധികം പ്രശ്നങ്ങളൊക്കെ കലുഷിതമാണ്. കാരണം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും പല ആളുകളും ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് അല്ല, നമ്മളെല്ലാവരും ഭാരതീയരാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ആശയം മുൻനിർത്തി അവർക്കൊരു സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശം നമ്മളിവിടുന്ന് കോട്ടയം മുതൽ എറണാകുളം വരെയുള്ള ആളുകൾക്ക് എത്തിക്കാനായിട്ട് നമ്മളൊരു ചെറിയ കുട്ടികൾ വഴി ഒരു ശ്രമം നടത്തുകയാണ്. അതിന് ഇപ്പോൾ ഇവിടെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന ആളുകൾക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർമാർക്കും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയത് നമ്മൾ ട്രെയിനിൽ വെച്ച് ഇത് വിതരണം ചെയ്യുന്നതായിരിക്കും. ദേശീയ പതാക പതിച്ച സ്കൂൾ യൂണിഫോമായുള്ള യാത്ര കുട്ടികൾക്ക് ആവേശമായി. സ്വാതന്ത്ര്യദിന സന്ദേശ കാർഡുകൾ കുട്ടികൾ ട്രെയിനിൽ വിതരണം ചെയ്തു. വൈകുന്നേരം സ്കൂൾ സംഘം യാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയിൽ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് നടത്തിയ മുൻ ഉദ്യോഗസ്ഥൻ അഖിൽ സി വർഗീസിനെ സംരക്ഷിക്കുന്നത് ഇടത് സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്നാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോൺഗ്രസ് കോട്ടയത്ത് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം നഗരസഭയിൽ പെൻഷൻ ഫണ്ടിൽ നിന്നും കൃത്രിമം കാട്ടി 3 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അഖിൽ സി വർഗീസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോട്ടയത്ത് പ്രതിഷേധ ധർണ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോടികൾ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ ചോദിച്ചു. ജോലി ചെയ്ത ഇടങ്ങളിലെല്ലാം തട്ടിപ്പ് നടത്തിയ അഖിലിനെ സംരക്ഷിക്കുന്നത് ഇടത് സർക്കാരും ഇടത് സംഘടനകളുമാണെന്ന് തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. വൈക്കത്തുമാർ നടപടി ആരാണില്ലേ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടു നടക്കുന്നതിന് വേണ്ടി സഹായിച്ചത്? നിങ്ങൾ ആലോചിച്ചോ? നിങ്ങൾക്കൊക്കെ കോമൺ സെൻസ് ഉള്ളവരല്ലേ? അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ഇയാൾക്ക് അങ്ങനെ റോഡ് ചുറ്റി നടക്കാൻ പറ്റുമോ? ആർക്കും മനസ്സിലാക്കുന്ന കഥയല്ലേ? പക്ഷെ ഇയാൾക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ 24 മണിക്കൂർ എടുത്തു. ഈ അവിടെ നമ്മളുടെ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് കോടിപതയിലുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ DCC പ്രസിഡന്റ് നാട്ടക സുരേഷ് അധ്യക്ഷനായി. കുഞ്ഞിലമ്പള്ളി മോഹനൻ K. നായർ, PR സോന, B. ഗോപകുമാർ, MB സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവീകരിച്ച മണർകാട് പള്ളി കൂദാശ ചെയ്തു. ഐസക് മാർ ഒസ്താത്തിയോസ് കൂദാശ നിർവഹിച്ചു. പഴമയുടെ പ്രൗഢ്യം നിലനിർത്തി നവീകരിച്ച മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ കൂദാശ നടത്തി. ബുധനാഴ്ച വൈകുന്നേരം സന്ധ്യാ നമസ്കാരത്തോടെ ആരംഭിച്ച ശുശ്രൂഷകൾക്ക് ഐസക് മാർ ഒസ്താത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്വർഗസമാനമായ ദിവ്യാനുഭവം നൽകുന്ന നിർമ്മാണമാണ് നവീകരണം പൂർത്തിയാക്കിയ കത്തീഡ്രലിനെന്നും ഇവിടെ വന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതിന്റെ ആത്മനിർവൃതി അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നും ഐസക് മാർ ഒസ്താത്തിയോസ് പറഞ്ഞു. ദേവാലയ കൂദാശയുടെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പ്രധാന മദ്ബഹയും തുടർന്ന് വടക്ക് തെക്ക് വശങ്ങളിലെ മദ്ബഹയും ആശീർവദിച്ചു. തുടർന്ന് വാഴ്ത്തിയ ജലം തളിച്ച് പള്ളിക്ക് ഉൾഭാഗവും വാതിലുകളും ചുമരുകളും കൂദാശ ചെയ്തു. കോർ എപ്പിസ്കോപ്പമാരായ K. കുര്യാക്കോസ് കിഴക്കേടത്ത്, കുര്യാക്കോസ് എബ്രഹാം കറുകയിൽ, തോമസ് K. ഇട്ടി കുന്നത്തയ്യേട്ട് എന്നിവരും ഫാദർ കുര്യാക്കോസ് കാലായിൽ, ഫാദർ MI തോമസ് മറ്റത്തിൽ, ഫാദർ ജോർജ് M. ജേക്കബ് കരിപ്പാൽ, ഫാദർ സനോജ് കുര്യൻ, ഫാദർ ലിറ്റു ജേക്കബ് തണ്ടാശ്ശേരിൽ, ഫാദർ അന്ത്രയോസ് മംഗലത്ത്, ഫാദർ ജിനൂബ് കുര്യാക്കോസ് തെക്കേക്കുഴി എന്നിവർ സഹകാർമ്മികരായി. ചരിത്രപ്രസിദ്ധമായ 8 നോമ്പ് പെരുന്നാളിന് മുന്നോടിയായി കത്തീഡ്രലിന്റെ മദ്ബഹ ഒഴികെയുള്ള ഭാഗങ്ങളാണ് നവീകരിച്ചത്. 100 കണക്കിന് വിശ്വാസികളും കൂദാശ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരമധ്യത്തിൽ ചെല്ലിയൊഴുക്കം റോഡിൽ 6 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതി കോട്ടയം സബ് ജയിലിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഒഡീഷ സ്വദേശി ഉപേന്ദ്ര നായിക്കാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ചെല്ലിയൊഴുക്കം റോഡിലെ വാടക വീട്ടിൽ നിന്നും കഞ്ചാവുമായി ഉപേന്ദ്ര നായിക്കിനെയും സന്തോഷ് കുമാർ നായിക്കിനെയും ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. റിമാൻഡിലായിരുന്ന ഉപേന്ദ്ര നായിക്ക് ഇന്ന് രാവിലെ ജില്ലാ ജയിലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോട്ടയം പാക്കിൽ കവലയിൽ ഹയറിംഗ് സാധനങ്ങൾ വിൽക്കുന്ന കട കത്തി നശിച്ചു. വ്യാഴാഴ്ച രാവിലെ 9:30യോടെയാണ് സംഭവം. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. കോട്ടയം പാക്കിൽ കവലയിൽ ഹയറിംഗ് സ്ഥാപനങ്ങൾ സൂക്ഷിക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. പാക്കിൽ കവലയിൽ പ്രവർത്തിക്കുന്ന വലയിൽ ബിൽഡിംഗിലെ സക്കറിയ P. ജോണിന്റെ ഉടമസ്ഥതയിലുള്ള വലയിൽ ഹയറിംഗ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 9:30-നായിരുന്നു സംഭവം. സ്ഥാപന ഉടമ റെജി കട തുറന്ന ശേഷം മറിയപ്പള്ളിയിലെ സംസ്കാര സ്ഥലത്ത് സാധനം കൊടുക്കുന്നതിനായി പോകുകയായിരുന്നു.
ഈ സമയത്താണ് കടയിൽ തീ പടർന്നത്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ വിവരം അഗ്നിരക്ഷാസേന സംഘത്തെ അറിയിച്ചു. സംഭവം അറിഞ്ഞ് ചിങ്ങവനം പോലീസ് സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആദ്യം ഒരു യൂണിറ്റ് അഗ്നിരക്ഷാസേനയുടെ വാഹനം എത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. തുടർന്ന് കോട്ടയം യൂണിറ്റിൽ നിന്നുള്ള 4 വാഹനങ്ങൾ എത്തി 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സാധനങ്ങൾ സൂക്ഷിക്കുന്ന കടയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് ഉപകരണങ്ങളും പ്ലാസ്റ്റിക് വീപ്പകളും ഉണ്ടായിരുന്നു. ഇവ കത്തിയതോടെ വലിയ പുക പ്രദേശത്ത് അനുഭവപ്പെട്ടു. തീ പടർന്ന വിവരം അറിഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി. KCB അധികൃതർ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പാക്കിൽ കടുവാക്കുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നഗരസഭാംഗങ്ങളായ TN സരസമ്മാൾ, K ശങ്കരൻ, കോൺഗ്രസ് നേതാവ് അനീഷ് വരമ്പിനകം എന്നിവർ അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന പാറമടകൾ പൂട്ടണമെന്നാവശ്യപ്പെട്ട് സ്വാതന്ത്ര്യദിനത്തിൽ ഗ്രാമവാസികളുടെ നിരാഹാരം. പാലാ കുടക്കച്ചിറയിലാണ് സംഭവം. നാട്ടിൽ പ്രവർത്തിക്കുന്ന 3 പാറമടകൾ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സ്വാതന്ത്ര്യദിനത്തിൽ നിരാഹാര സത്യാഗ്രഹം നടത്തി ഒരു ഗ്രാമം. പാലാ കാരൂർ പഞ്ചായത്തിലെ കുടുക്കാച്ചിറയിലാണ് നിരാഹാര സത്യാഗ്രഹം നടന്നത്. മാണി സി കാപ്പൻ MLA, K ഫ്രാൻസിസ് ജോർജ് MP, ജോസ് കെ മാണി MP, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ്, കാരൂർ പഞ്ചായത്ത് മെമ്പർ സാജു വെട്ടത്താട്ട്, പ്രൊഫസർ ലോപ്പസ് മാത്യു, മോൻസ് ജോസഫ് MLA തുടങ്ങിയവർ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം കൂടിയാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ഇതുപോലുള്ള ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ധർണയും അതോടൊപ്പം തന്നെ നിരാഹാര സമരവും നടത്തുന്നത്. ഞാൻ ആമുഖമായി പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ വ്യക്തിപരമായ എൻ്റെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നുള്ളതൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പൂർണ്ണമായ ഐക്യദാർഢ്യം ഈ സമരത്തോടൊപ്പം ഭരണകർത്താക്കൾ സമയോചിതമായി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അതിന് പരിഹാരം കാണാനുമുള്ള ഉത്തരവാദിത്വമുള്ളവരാണ്. ജനങ്ങൾ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒരു മേഖലയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അതീവ ഗൗരവമുള്ള ഒരു ജീവൻ പ്രശ്നം ഞങ്ങൾ നേരിടുകയാണ്, അതിൽ മേലൊരു നടപടി വേണമെന്ന് പറയുമ്പോൾ കേവലം സാങ്കേതികത്വത്തിൽ ഒതുങ്ങി നിൽക്കാൻ ഒരു ജനകീയ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ജനകീയ ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അടിയന്തരമായ പ്രശ്നം പരിശോധിക്കുകയും അതിൽ പ്രായോഗികമായി ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭരണ സംവിധാനം തീർച്ചയായിട്ടും ചെയ്യുന്നത്. കുടുക്കച്ചിറ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് മടത്തിപ്പറമ്പിൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. പാറമട വിരുദ്ധ സംയുക്ത സമരസമിതി കൺവീനർ ഡോക്ടർ ജോർജ് ജോസഫ് പരുവനാടി, പരിസ്ഥിതി പ്രവർത്തക നിത നിരാകൃത, മാത്യു ജോസഫ് വാഴക്കാട്ട്, ജോസ് ജോസഫ് പാലത്തൊടുകയിൽ, ഡെന്നിസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കലാമുകുളം വ്യൂ പോയിന്റിന് താഴെയും സെന്റ് തോമസ് മൗണ്ടിനു താഴെയും കൂവയ്ക്കൽ മലയടിവാരത്തിലും വർഷങ്ങളായി രൂപപ്പെട്ട പാറ നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തികൾ ഖനനം ചെയ്യുന്നതിന് പഞ്ചായത്ത് അനുമതി കൊടുത്തിരിക്കുകയാണെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു. 2023 ജൂൺ 17 പഞ്ചായത്ത് പടിക്കൽ സർവകക്ഷി പ്രതിഷേധ യോഗം ചേരുകയും നാടിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ജനരോഷം ശമിപ്പിക്കുവാൻ സബ് കമ്മിറ്റിയെ നിയോഗിച്ച് പഠനം നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മാത്രവുമല്ല, പാറ ഖനനം പൂർവാധികം ഗുരുതരമാവുകയാണുണ്ടായത്. ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഖനന വിരുദ്ധ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IIIT, പറയാനി സർക്കാർ സ്കൂൾ, സെന്റ് ജോസഫ് LP സ്കൂൾ, ഹൈസ്കൂൾ, കുടുക്കാച്ചിറ പള്ളി, കൂവയ്ക്കൽ ക്ഷേത്രം എന്നീ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ചെയർമാൻ ഷാജു തുരുത്തേൽ പതാക ഉയർത്തി സന്ദേശം നൽകി. ആഘോഷത്തിന്റെ ഭാഗമായി നഗരസഭയുടെ മുൻവശത്ത് ലാലം പാലം ജംഗ്ഷനിൽ ജർമിനിയ ചെടി നഗരസഭാ ചെയർമാനും മരിയാസദനം സന്തോഷം ചേർന്ന് നട്ടു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അതോടൊപ്പം ഇതിന് സാധനം ലഭിച്ചെങ്കിൽ ആ നല്ല ദിവസം മനസ്സ് തുറച്ചുകൊണ്ട് പരിപാലനങ്ങൾ നമുക്കെല്ലാവർക്കും സാധിക്കും. എല്ലാ തരത്തിലും രാഷ്ട്രീയപരമായിട്ടും സമുദായപരമായിട്ടും ആരാധനത്തിൽ
അറിയിപ്പ്. ചിറക്കടവ് പബ്ലിക് ലൈബ്രറി ന്യൂ വിഷൻ കണ്ണാശുപത്രിയുമായി ചേർന്ന് 17-ാം തീയതി രാവിലെ 9 മുതൽ 1 വരെ ലൈബ്രറി ഹാളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തും. രജിസ്ട്രേഷന് ഫോൺ 9495394592. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂഞ്ഞാർ സർക്കിൾ ഭക്ഷ്യവ്യാപാരികൾക്കായി 16-ാം തീയതി ലൈസൻസ് രജിസ്ട്രേഷൻ മേള നടത്തും. പകൽ 10:30 മുതൽ മുണ്ടക്കയം വ്യാപാര ഭവനിലാണ് മേള. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം, വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ടവർ ലൈസൻസ് എടുക്കണം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ കളിമണ്ണ്, മുള, പാഴ്വസ്തുക്കൾ, ഈറ്റ, ലോഹം എന്നിവ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലന ക്ലാസ് ഗ്രാമദീപം വായനശാലയിൽ ആരംഭിച്ചു. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 94766385 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനം വർണ്ണാഭമാക്കി കോട്ടയം. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാരിന് പിന്തുണ നൽകണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പ്രതി അഖിലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അഖിലിനെ സംരക്ഷിക്കുന്നത് ഇടതു സർക്കാരെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ മണർകാട് പള്ളി കൂദാശ ചെയ്തു. സ്വർഗസമാനമായ ദിവ്യാനുഭവമെന്ന് ഐസക് കുമാർ ഒസ്താത്തിയോ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.